അവിടെ മൊത്തം ഇടിച്ച് നിരത്തി ഫുള്ളിട്ടിരിക്കുക, മൊത്തം ആനപ്പിണ്ടവും കാര്യങ്ങളുമായിട്ട്. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാൻഡറിങ് ഓഫ് ലീ. രാവിലെ തന്നെ ഒരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയാണ്. നമ്മളിന്ന് പോകുന്നത് ഒരമ്പലത്തിലോട്ടാണ്. അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പുഷ്പ സിനിമ കണ്ടു കാണും. അതിൻ്റെ അകത്ത് അല്ലു അർജുൻ ശ്രീവല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്ങിന് ഡാൻസ് കളിക്കുന്ന ഒരു വലിയ മലയുടെ പുറയിൽ ഒരമ്പലം കണ്ടിട്ടുണ്ടോ? ആ അമ്പലത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്പലം ഒരു വലിയൊരു കുന്നിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കുക അമ്പലം പളനിയായിരിക്കുമെന്ന്. പളനിയല്ല, തെങ്കാശിക്കടുത്ത് സെൻകോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരമ്പലമാണ്. അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഓർത്തിട്ട് ഞാൻ പറയാം. തിരുമലൈ കോവിൽ എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര്. ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്പലത്തിലോട്ട് കയറിപ്പോകുന്ന വ്യൂ മാരക വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അപ്പം ആ ഒരു വ്യൂ കാണാനായിട്ടാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം സമയം കളയാൻ നമുക്ക് നേരെ പോകാം. ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അച്ചൻകോവിൽ വനത്തിനുള്ളിലാണ്. അപ്പം നമുക്ക് തെന്മല വഴി അങ്ങോട്ട് പോവാം. പക്ഷേ അതിലേക്കാളും നല്ല റൂട്ട്, അത് നല്ല റൂട്ടാണ്, പക്ഷേ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഫോറസ്റ്റിനകത്തേക്കടെ നമുക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് ഞാൻ അച്ചൻകോവിൽ എടുത്തിട്ടാണ്, ആ വഴിയാണ് ഞാൻ നേരെ പോകുന്നത്. അപ്പം നമുക്ക് നേരെ യാത്ര തുടങ്ങാം. ഇവിടെ മൊത്തം കൃഷിയാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ പൈനാപ്പിളും കാര്യങ്ങളുമൊക്കെ. അതിൻ്റെ ഇത് നട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. രാവിലെ ആയതുകൊണ്ട് മൃഗങ്ങളെ കാണാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അതിനല്ല, ആകെ ഒരു കാറാണ് നമ്മുടെ ഫ്രണ്ടിൽ കയറിപ്പോയത്. റോഡ് അത്ര ഇതല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭയമുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഭയമുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ചാണ്. ഇതിലേക്കടെ വലിയ വണ്ടി വരവില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. നീയേ ശരിക്കും നോക്കിക്കോണേ, കാരണം മരങ്ങളിങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നതുകൊണ്ട് റോഡൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ശോചനീയ അവസ്ഥയാണ്. താഴെ മറ്റേ അച്ചൻകോവിലാറായതുകൊണ്ട് പിന്നെ വലിയ കലിപ്പില്ല. പക്ഷെ ഈ സ്ഥലം പറയാൻ പറ്റില്ല, കാടല്ലേ. ഒരു മലയൊക്കെ കാണുന്നു, ഒരു ചെറിയൊരു വീട് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. എന്നാകും എന്തോ, റോഡിലൊക്കെ കണ്ടമാനം ഇത്രയും നേരം കണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. താണ്ട് അവിടെ ഒരു ഏർമാടമൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഫോറസ്റ്റുകാരെല്ലാം ചെക്കിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. മൊത്തം തേക്കൊക്കെ ആയിട്ട്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ഞാൻ ഒറ്റയ്ക്കല്ലെന്നുള്ളതാണ്. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അജാസ്. വണ്ടിയുടെ പുറകിലിരിപ്പുണ്ട്. അതുകൊണ്ട് മാത്രം ഒരു ആശ്വാസമാണ്. ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. ഇന്നലെ വല്ല വൈകിട്ട് ഇറങ്ങിയതായിരിക്കും തോന്നുന്നു, ഈ ആറ്റിന്ന് വെള്ളം കുടിക്കാൻ പറ്റും. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞാനിപ്പോൾ ചത്താനുള്ള കാര്യം പറയാം. ഞാൻ അതുപോലെ നല്ലപോലെ മേടിച്ചിരിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബൈക്കിൽ കൂടെ കാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നത്. കാറിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ബൈക്കുമായിട്ട് ആദ്യമായിട്ടാണ് കാട് വഴി യാത്ര ചെയ്യുന്നത്. പിന്നെ അവനുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അവനും പുറകിൽ ഏകദേശം പേടിച്ചൊക്കെ തന്നെ ഇരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല വഴി ആയിരുന്നാൽ മതിയായിരുന്നു. ടാറൊക്കെ ഉണ്ട്, ടാറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നല്ല വഴി ആയാൽ മതിയായിരുന്നു. ഇവിടെ എല്ലാം കണ്ടമാനം മരങ്ങളൊക്കെ ഒടിച്ച് പിഴുതൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ
നിങ്ങളത് കണ്ടോ, അവിടെ മൊത്തം ഇടിച്ച് നിരത്തി ഫുള്ളിട്ടിരിക്കുക, മൊത്തം ആനപ്പിണ്ടവും കാര്യങ്ങളുമായിട്ട്. അവിടെ ഒരു ചേട്ടനോട് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് ഇവിടെ, ആൾത്താമസം ഉണ്ടോ അവിടെ? സത്യം പറയാൻ ശരിക്കും ഇപ്പം പേടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആനപ്പിണ്ടം വഴി മൊത്തം ഇടിച്ച് കുളമാക്കി. ആ വള്ളിയും കാര്യങ്ങളും. ഇത് കൊള്ളാലോ, അമ്പട ഉളിസ് മൊത്തം. അതെ, ഇത് എവിടെയാ? ഇവിടെ ഈ അടുത്തെങ്ങാനും ഈ മരങ്ങൾ വെട്ടിയതാണെന്ന് തോന്നുന്നു. കണ്ടോ, ആനസാറിന്റെ പിണ്ടം മാത്രമേ ഉള്ളൂ. നോക്കിയേ എന്നെ ഭംഗി, എന്റെ രസമാണ്. നോക്കിയേ, ഈ ഭാഗം വലിയ കലിപ്പില്ല, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ മറ്റേ അച്ചൻകോവിലാർ ഒഴുകുന്നതുകൊണ്ട് വലിയ കലിപ്പില്ല. ഇനി റിസ്ക്കാന്ന് തോന്നുന്നു കേട്ടാ. ആറങ്ങോട്ടാ പോന്നെ, നമ്മളിങ്ങോട്ടും. ഇനി മൊത്തത്തിൽ 24 കിലോമീറ്ററോളം ഇവിടുന്നുണ്ട്. ആ 24 കിലോമീറ്റർ ഞങ്ങളുടെ 20 കിലോമീറ്ററോ 18 കിലോമീറ്റർ ഞങ്ങളുടെ കാട് തന്നെ. ഇവിടെ താഴ്ന്ന പ്രദേശമാണ്, ഇത് ഇച്ചിരി പൊങ്ങിയ പ്രദേശമാണ്. ഇപ്പം ഏകദേശം എല്ലാം നിരപ്പായി. ഇവിടെ എല്ലാം ഇടിച്ച് നിരത്തി ഇട്ടേക്കോ. ഇത്രയും നേരം വന്നതിനേക്കാളും റിസ്ക് സ്ഥലമാണെന്ന് തോന്നുന്നത്. കാരണം കണ്ടമാനം ആനപ്പിണ്ടവും ഇവിടെ എല്ലാം മരങ്ങളെല്ലാം ഓടിച്ച് സൈഡെല്ലാം കുത്തി, ഇതുണ്ടല്ലേ കുത്തി മറിച്ചിട്ടിരിക്കുവോ. ഇതാണ് ഞാൻ പറഞ്ഞ അജാസ്. നമ്മളിവിടെ ഒരാളെ കണ്ടുകൊണ്ട് ഇവിടെ നിർത്തിയ. ചേട്ടാ, ഇവിടുന്ന് അച്ചൻകോവിൽ എത്രയുണ്ടോ? 24 കിലോമീറ്ററോ? ഇത് തന്നെ 12 കിലോമീറ്റർ അപ്പുറം വഴി വരുന്ന റോഡ്. ഈ കാട് ഇപ്പം എത്ര ഇത് കാണും? 12 കിലോമീറ്റർ ഉണ്ട്. അവിടെ വണ്ടി വല്ലതും പോയായിരുന്നു? ഇപ്പോൾ ഒരു കാറ് പോയിട്ടുണ്ടോ? ഒത്തിരി സമയമായി? 10 മിനിറ്റായി. ആദ്യത്തെ വണ്ടി അതായിരുന്നോ? അപ്പോൾ നമ്മൾ രണ്ടാമതാ. എന്നാലും ശരിക്കും പേടിച്ചിരിക്കുക. ഇവനെക്കാളും നല്ലപോലെ ഞാനും പേടിച്ചിരിക്കുക. വളമെല്ലാം ശ്രദ്ധിച്ചാ വന്നേ. ഇനിയിപ്പോൾ ഒരു 12 കിലോമീറ്റർ കൊണ്ടല്ലേ കാടാ, ഇതുപോലെ തന്നെ. ഓക്കെ, നമുക്ക് പോവാം. ശരി ചേട്ടാ, താങ്ക്സ്. ആ കാറ് പോയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. രാവിലെ അലർച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് ആ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടുന്നൊരു ഏതാണ് അത് ശരിയാ, പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു ആശ്വാസം. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ കൂടെ ഈ ഒരു ഇത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിലേക്കൂടെ ഇന്ന് ഇത്രയും നേരമായിട്ട് പോയിട്ടുള്ളത് ആ ഒരു കാറും പിന്നെ പുറകെ ഞങ്ങളും. നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. അടിപൊളി വ്യൂ ആണ്. എന്താ പറയുന്നത്, അവിടെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കിട്ടിയ ആ ഒരു ഇത്. കാരണം ഇത്രയും നേരം മൊത്തം കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും കാട്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീലിങ്. ഇഷ്ടം പോലെ കാട്ടുകോഴിയെ കാണാം കേട്ടോ. ഇതുപോലെ
ഞങ്ങൾ ഇതുവരെ ഒന്നിനും കണ്ടില്ല. ഇവർ കാട്ടുപോത്തിനെ കണ്ടെന്നാണ് പറയുന്നത്. ആ മയില് കുറെ കാട്ടുകോഴിയൊക്കെ ഉണ്ട്. ആ ഇവിടെ ഇനി ഒത്തിരി ഉണ്ടോ? ആ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങള് ഈ കുറച്ച് അങ്ങോട്ട് പുറകോട്ട് മാറി നല്ല ആനച്ചൂരുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ശരിക്കും പേടിച്ചു. ആ ആ ആ ആ നമുക്കെന്തായാലും ഇവരുടെ പുറകെ പോവാം. നമ്മുടെ ഇവിടെ കാണുന്നത് കാട്ടുപോത്തല്ല, സത്യത്തിൽ അത് കാട്ടി എന്നാണ് അതിനെ പറയുന്നത്. കാട്ടുപോത്തെന്നല്ല, കാട്ടി. നമ്മൾ സാറിന് പറയുന്ന കാട്ടുപോത്തെന്നങ്ങ് പറയുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഇവരുടെ പുറകെ പിടിക്കാം. അതാകുമ്പോൾ നമ്മളൊരു സേഫായിട്ട് പോവാം. നമ്മളേറെക്കുറെ കാട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ മരമൊക്കെ വെട്ടി വണ്ടിയെ ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. കാട് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ വീടും കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ ഇതിലെയാണോ? ആ ഇതിലെ അച്ചൻകോവിൽ. അച്ചൻകോവിലാണ് ഇതിലെ. കാട് നമ്മൾ പിന്നെയും കാട്ടിലോട്ട് കയറുവാണോ? അച്ചൻകോവിൽ ഇതിലെ. നമ്മൾ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് കയറിയെന്ന് വിചാരിച്ചപ്പോൾ ദേണ്ട പിന്നെയും കാട്ടിലോട്ടാണല്ലോ ഉള്ളത്. ഇവിടുന്ന് നല്ല റോഡാണെന്ന് തോന്നുന്നു. ആ ചേട്ടൻ പറഞ്ഞ റോഡ് ഇതാണെന്ന് തോന്നുന്നു. 12 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല റോഡ് വരുമെന്ന് പറഞ്ഞു. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇതേതോ അമ്പലം കാര്യം കൊണ്ടുണ്ട്. എന്തായാലും ഇനിയിപ്പം അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് ബോർഡറിലോട്ട് കയറുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. മൈൽസാ നല്ല ദിവസം നാങ്ങയില്ലാന്ന് തോന്നുന്നു കേട്ടോ. വേറെ വല്ലതും ഉണ്ടോ? അതെ പന്നി കൊടുത്തു. പന്നി എന്തായാലും വന്നോട്ട് ആകെ കണ്ട് കാട്ടുകോഴി, മയിലെ, പന്നി, പിന്നെ കുറച്ച് കാക്ക. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് താണ്ട് അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. ഏതോ തമിഴ് സിനിമയുടെ ഷൂട്ടിങ് പുറകിലുണ്ടായിരുന്നു. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല. നമ്മുടെ കാര്യം നോക്കിപ്പോയി. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്നാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം. മയിലിനെ കണ്ട അതേ ഇഷ്ടം. ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ. കുട്ടികളും ഉണ്ട്, രണ്ടു ചേറും. അതെ സൂപ്പർ. മറ്റേ അത് ഇഷ്ടം പോലെ മയിലുണ്ട് കേട്ടോ. ഇത് മേളിലൊക്കെ ഉണ്ട്. തിരിയുന്നുണ്ട്. ആളെയും തിരിയുന്നില്ല. നല്ല രസമുണ്ടല്ലേ. ഇല്ല, തിരിയത്തില്ല. അളിയൻ തിരിയുന്നില്ല.
കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, അതിൻ്റെ അംഗം കഴിഞ്ഞു. അത് അവർ കയറി വന്നില്ലായിരുന്നെങ്കിൽ അത് തിരിഞ്ഞാനത്. നമ്മൾ ഏകദേശം ഇപ്പോൾ കേരളയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇപ്പം തമിഴ്നാടാണ്. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. ഇറങ്ങി വന്നിടത്ത് നോക്കിയേ, അങ്ങ് പാടങ്ങളും പാടശേഖരങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് അവിടെ കണ്ട ഒരു ഡാം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പോകുന്ന വഴിക്കായിരിക്കും എന്ന് തോന്നുന്നു. ഈ സൈഡ് ഫുള്ള് പനയാണ് കേട്ടോ. നമ്മളിപ്പം ഇങ്ങ് താഴെ എത്തി, തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ഗ്രാമത്തിലൂടെ ഈ സൈഡിലെല്ലാം മൊത്തം കൃഷിയും കാര്യങ്ങളും ഒക്കെയാണ്. കൃഷി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വെള്ളം പാടത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക സെറ്റ് ചെയ്യാനായിട്ട് അടുത്തതിനും. എന്തായാലും നമ്മൾ വരുന്ന വഴിയിൽ കണ്ടതാണ് ഫുള്ള് പാടം, രണ്ട് സൈഡിലും പാടം, അങ്ങ് മലകൾ, അവിടെ ഫുള്ള് തെങ്ങും തോപ്പും കാര്യങ്ങളും ഒക്കെ. എന്നാ രസമെന്ന് നോക്കിയേ. അവിടെ അതൊരു ഡാമാണ്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അല്ല പോകാൻ പറ്റും, പക്ഷെ അത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നേരെ പുനലൂർ വന്നിട്ട് അവിടുന്ന് അച്ചൻകോവിലിൽ നിന്ന് നേരെ സെങ്കോട്ട കയറി ആ ഒരു ഭാഗം കയറിയാണ് വന്നത്. ആ വഴി നിങ്ങൾ വരുന്നവരും മാക്സിമം ആ വഴി വരാൻ നോക്കുക. അടിപൊളി, ഒരു രക്ഷയില്ല. ഫുള്ള് കാട്ടിക്കട, എപ്പോൾ വേണേലും എന്തും പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള കാട്ടക്കാട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഏറ്റവും നല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചുരം ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വരുമ്പോൾ അത് പ്രകൃതിയുടെ വേറൊരു ഭംഗി. ഫുള്ള് രണ്ട് സൈഡിലും പാടങ്ങളും ആണ്ടേ. അപ്പോൾ നമുക്കിനി നേരെ സമയം കളയാതെ അങ്ങോട്ട് പോകാം. കാരണം അതിൻ്റെ മേളിൽ കയറുമ്പോഴത്തേക്ക് എന്തായാലും വെയിലാകാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. ചേട്ടൻ്റെ പേരെന്താ നെയ്മിന്? പശുപതി. കോഴഞ്ചേരിയിലുണ്ടായിരുന്നോ കുറച്ചോ? തോംസൺ பெரிய அவசரம், பிரபலமான அவசரம். அவர் இப்போ காரப்பணி காரப்பணி எடுத்து அங்கே வீட்டில் குறைக்கும் காரப்பொடி கல் പ്രഷറായി 100 പേർ പണിക്കാർ പണിക്കാർ താമസിച്ച് ഹോട്ടലെല്ലാം. ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു മലയാളിയുടെ ഹോട്ടലുണ്ടെന്ന്. അപ്പം അതെ ഇവിടെ. അപ്പോൾ നമുക്ക് അവിടുന്ന് കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാം. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ കോവിലേക്കുള്ളതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടനവിടെ കയറാമെന്ന് പറഞ്ഞു. വഴി ആ ഒരു റൂട്ടാണ്, ഇതിലേ അല്ല, ആ ഒരു ഇതിലെയാണ് ഡാമിൻ്റെ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. എന്തായാലും ഞാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ പരിചയപ്പെട്ട ഈ ചേട്ടനെ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അന്ന് നിന്ന് കത്ത് വയ്ക്കുന്നുണ്ട്. എന്നാലും